എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അതായത് ജൂൺ 20 അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. വിദ്യാർത്ഥികൾ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ അത് ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വേക്കൻസി 0 ആയിട്ടുള്ള സ്കൂളുകൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ കൊടുത്ത ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം അതിൻ്റെ പ്രിൻ്റ് ആദ്യം അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം അതിൽ നിങ്ങളുടെ പേരൻറ്റും സിഗ്നേച്ചർ ഇടുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ട്രാൻസ്ഫറിനുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലെ സ്കൂളിലേക്കാണോ വേക്കൻസി അതായത് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമല്ല ഒന്നിലധികം ജില്ലയിലേക്ക് VHSC സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അത് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അപ്പോൾ ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഓരോ സ്കൂളിനെയും അതായത് ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് കളറായിട്ട് കൊടുത്തിട്ട് അത് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് ആ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്. സ്കൂളിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്കൂളിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ അവിടെയുള്ള വേക്കൻസി എത്രയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ല മാത്രമല്ല ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ല കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ജില്ലയിലെ ഓരോ സ്കൂളിലെയും കോഴ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വേക്കൻസിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അതിനനുസരിച്ച് ആ ഒരു ഓപ്ഷൻസിൻ്റെ ആ ഒരു സ്കൂൾ കോഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നതാണ് ബയോളജി സയൻസ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബയോളജി സയൻസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അഡീഷണൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ +2 ബയോളജി സയൻസിന് ഈക്വൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബയോളജി സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ആ ഒരു കോഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഏതൊക്കെ കോഴ്സുകൾ ആണ് ആ ഒരു സയൻസ്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ് കമ്പ്യൂട്ടർ സയൻസ് പോലെ ജസ്റ്റ് അത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇതെന്താണ് നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2 ശേഷം നീറ്റ് പരീക്ഷയൊക്കെ ഏതാണ്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള ഒരു കോമ്പിനേഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി മാത്രമേ നോക്കുന്നുള്ളൂ, മെഡിക്കൽ ഫീൽഡ് നോക്കാതെ വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള സബ്ജക്റ്റ് ഏതെങ്കിലും എടുത്താൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വേക്കൻസി നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്നിലധികം ജില്ലയിലെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ജില്ലയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൻ്റെ വേക്കൻസി എത്രയുണ്ട്, അതുപോലെ സ്കൂളിൻ്റെ കോഡ് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ കോഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാൻ ലോഗിൻ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ഈ ഒരു യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. അപ്പോൾ അത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിലവിൽ അത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താണോ കാണുന്നത് ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെ
ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് 2 ബോക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് 2 പ്രാവശ്യം സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് ഓപ്ഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് സബ്മിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ ഭാഗത്ത് മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അത് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് മനസ്സിലാവുന്ന സമയത്ത് അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകും മുമ്പായിട്ട് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചിലപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ആ സ്കൂൾ കോഡും അതുപോലെ കോഴ്സ് കോഡ് അതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് സെലക്ട് ചെയ്ത് അത് സേവ് ചെയ്ത് അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നൽകുന്ന ആ ഒരു ഓപ്ഷൻ നമ്പർ അതുപോലെ തന്നെ സ്കൂൾ അതുപോലെ തന്നെ കോഴ്സ് എന്നിവ ഓട്ടോമാറ്റിക്കലി താഴെ വരും. അതോടൊപ്പം തന്നെ അതിന് നേരായിട്ട് 2 ഓപ്ഷൻ ഉണ്ടാകും, ഒന്ന് ഡിലീറ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ ഒന്നാമത്തെ ഇത് എഡിറ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എഡിറ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷനിലെ കോഴ്സോ മറ്റോ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സും തന്നെയാണ് നൽകിയത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് VHSC ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ VHSCയിൽ നിന്ന് VHSCയിലേക്ക് മാത്രമാണ് മാറാനായിട്ട് പറ്റുക, അല്ലാതെ HSCയിൽ നിന്ന് VHSCയിലേക്കോ VHSCയിൽ നിന്ന് HSCയിലേക്കോ പോകാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ നിങ്ങൾ നൽകി. അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി എഡിറ്റൊന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. കാരണം ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കുക. ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ പാരൻറ്റും സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്കൂളാണോ VHSC സ്കൂൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുക. അതോടുകൂടി നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും സിഗ്നേച്ചർ ഇട്ട ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാൾ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യും. ഇതോടുകൂടി വിദ്യാർത്ഥികളുടെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ പൂർത്തിയായി. അപ്പോൾ അതിനുശേഷം പിന്നീട് ഏകദേശം ഒരു 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു VHSC ഒക്കെ ആണെങ്കിൽ ഏകദേശം 1 ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇതേ രീതിയിൽ തന്നെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് സെക്ഷൻ കാണുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ പറ്റും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ PTA ഫണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ച് നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടരാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.